എനിക്കൊരു റിസർച്ച് ടീമുണ്ട്, ഒരു 50 പേരടങ്ങുന്ന ഒരു റിസർച്ച് ടീം കോട്ടയം ആംസ്റ്റർ തന്നെ. റിസർച്ച് ഡോക്യുമെന്റേഷൻ ആണ്, ഒരു റിസർച്ച് ആണ്. ഇപ്പോ ഈ ഒരു ഇന്ത്യക്ക് ഇനി വരാൻ പോകുന്ന ഇന്ത്യക്ക് കാനഡയിലേക്ക് നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന്, ഞാൻ വിസ കിട്ടുമെങ്കിൽ മാത്രമാണ്, വിസ കിട്ടുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. കാര്യം അപ്പം എല്ലാവരും ഈ പറയുന്ന സ്യൂട്ടിലൊക്കെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ വേറെ പ്രോവിൻസ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ, വേറെ നല്ലൊരു ഓപ്ഷൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരില്ല. ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്ത് കാനഡയിൽ നിന്ന് തിരിച്ചു പോരും, ഇല്ലീഗൽ മൈഗ്രന്റ് ആവാതെ മാക്സിമം ശ്രമിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മക്കളെ എന്ന് പറയും, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ അവിടെ പോയ മണിക്കൂറിന് നിങ്ങൾക്ക് ഡോളേഴ്സ് വാങ്ങിക്കാം. എല്ലാ ഐ.ടി.കാരെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ PR-നുള്ള ഒരു എലിജിബിലിറ്റി എന്താണ്? അപ്പോൾ PR മീൻസ് ബേസ്ഡ് ഓൺ ഏജ്, എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ് സ്കിൽ, എഡ്യൂക്കേഷൻ. ഇത് ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ വേണമല്ലോ. ഒരു PR എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കുവാണെങ്കിൽ അവരൊരു പിന്നെ സ്കിൽഡ് ഇമിഗ്രേഷനെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ജൂലൈ 22 ആണ്, 22-22 ലേറ്റസ്റ്റ് ഡ്രോ വന്നത്. 4000 പേർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുത്തു. 4000 പേർക്ക് വലിയ നമ്പറാണ്. കുറെ കാലം കൊണ്ട് പെർമനന്റ് റെസിഡൻസി സ്റ്റോപ്പ് ചെയ്തിട്ടേക്കായിരുന്നു. അത് കൊടുത്തത് മുഴുവൻ ഹെൽത്ത് കെയർ ആയിരുന്നു. ഫാർമസിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സ്, ഡെന്റിസ്റ്റ്, ഇങ്ങനെ ഹെൽത്ത് കെയർ മേഖലയിലുള്ളവർക്കാണ് അവർ ഫസ്റ്റ് ഈ കുറച്ച് കാലം ക്ലോസ് ചെയ്തിട്ട് PR കൊടുത്തത്. അത് കുറേയധികം ആളുകൾക്ക് ഹാപ്പിയാണ്. കാരണം അവിടെ നിന്നവർ എന്തെങ്കിലുമൊക്കെ കുറച്ച് പേർ, 4000 പേരിൽ ഒരു 70% കാനഡയിൽ നിൽക്കുന്നവരും ബാക്കി 30% പുറത്തുള്ളവർക്ക് തന്നെ എന്ന് പറയാം. എങ്കിലും ഹാപ്പി ന്യൂസ് തന്നെയാണ്. കാനഡയിൽ നിന്നൊക്കെ PR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ PR-ഉം സ്റ്റുഡന്റ് വിസയും തമ്മിൽ യാതൊരു ബന്ധമില്ല. കാരണം ഈ പോയിട്ടുള്ള സ്റ്റുഡന്റ് വിസയ്ക്ക് എലിജിബിൾ അല്ല, സ്റ്റുഡന്റ് വിസയിൽ നിന്ന് PR-ഔട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ കാനഡയിലോ ഇന്ത്യയിലോ ഇങ്ങനെ ഒരു 3 വർഷം റെലവന്റ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. നിങ്ങൾക്കൊരു 450-നും 500-ഉം അല്ല 510-നും ഇടയിൽ സ്കോർ ഉണ്ടാവണം. ഈ സ്കോറിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 2 മണിക്കൂർ ചർച്ച ചെയ്യണം. നമുക്കൊരു അടുത്തൊരു എപ്പിസോഡിൽ സ്കോറും അല്ലെ അതിന്റെ എന്താണ്, ഞാനിപ്പോൾ ഒരു സ്റ്റുഡന്റ് വിസയെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ഞാൻ തന്നിട്ടേ ഉള്ളൂ. ഈ കേൾക്കുന്ന പുതിയതായി കാനഡയിലേക്ക് പോകുന്ന ആളുകൾ, ഇനിയും എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ളത്, തിരിച്ചു വരാൻ നിൽക്കുന്നവരാണ്. എന്തായാലും നിങ്ങൾ അത് ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും ആ രാജ്യത്തെ കുറ്റം പറയാനല്ല, രാജ്യത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നല്ല. ഞാൻ അവിടുത്തെ ആ രാജ്യത്തിന്റെ ഇമിഗ്രേഷനിൽ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, ഇമിഗ്രേഷനെ പറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലും, ഇപ്പോഴും പെർമനന്റ് റെസിഡൻസി നല്ല രീതിയിൽ ആളുകൾക്ക് മൈഗ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്, ഇത് 50-50 നിങ്ങളുടെ പകുതി പ്രശ്നമായിരുന്നു. ഞാൻ ഗവൺമെന്റിനെ പറയില്ല, കുറച്ച് പിന്നെ നിങ്ങൾ ആരാണോ വിട്ട ഏജൻസിയുടെ പ്രശ്നമായിരുന്നു. പിന്നെ അതിന്റെ ബാക്കി ആ ഗവൺമെന്റിന്റെ കുഴപ്പമായിരുന്നു. അപ്പൊ നമുക്ക് അവർ കുറെ ഈ 3 വർഷം തന്നിരുന്നു അല്ലേ ജോലി കണ്ടെത്താനും. പഠനശേഷം നമുക്ക് ഒരു 90% സ്റ്റുഡൻസിന് 3 വർഷം ഗവൺമെന്റ് കൊടുത്തിരുന്നു. ഈ സമയം നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റാത്തത് പല കാരണങ്ങളാലാണ്. മേ ബി നല്ല കോഴ്സ് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടിപ്പോയേനെ. അവിടെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു പറ്റിപ്പോയത്, നിങ്ങൾ എടുത്തൊരു കോഴ്സ്, മേ ബി നിങ്ങൾ എടുത്ത പ്രോവിൻസ് കുഴപ്പമാണ്. എല്ലാവരും ഈ ഒണ്ടാരിയിലും ആകും, ബഹുഭൂരിപക്ഷം ഉണ്ടോ ഈ ഒണ്ടാരിയിലോട്ടാണ് പോകുന്നത്. അവിടെ 10 നല്ല പ്രോവിൻസുകളുണ്ട്. അപ്പം ബാക്കി ചില പ്രോവിൻസുകളൊക്കെ നിങ്ങൾ ചൂസ്, ചിലപ്പോൾ തണുപ്പ്, അവർ പറയും തണുപ്പ് കൂടുതൽ. ഈ കാനഡ എന്ന് പറയുന്ന എഴുതി കാണിച്ച തണുപ്പെന്നല്ല എൻ്റെ ഇപ്പുറത്ത് എഴുതണ്ടേ, ആണല്ലോ. അപ്പം എല്ലാവരും ഈ പറയുന്ന സ്യൂട്ടിലൊക്കെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ വേറെ പ്രോവിൻസ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ, വേറെ നല്ലൊരു ഓപ്ഷൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരില്ല. ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്ത് കാനഡയിൽ നിന്ന് തിരിച്ചു പോരും, ഇല്ലീഗൽ മൈഗ്രന്റ് ആവാതെ മാക്സിമം ശ്രമിക്കുക. നല്ലൊരു ഇമിഗ്രേഷൻ ലോയറെ കാണുക, IRCC രജിസ്ട്രേഡ് അല്ലെങ്കിൽ CICC രജിസ്ട്രേഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള മലയാളി ധാരാളം ലോയേഴ്സ് ഉണ്ട് അവിടെ. ലോയേഴ്സെ കാണുക. തിരിച്ചു വന്നാലും നിങ്ങൾക്ക് അവിടെ PR അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് PR ട്രൈ ചെയ്യാം. കാരണം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം അവസാനിക്കുന്നില്ല. നിങ്ങൾ ഇനി തിരിച്ചു വന്നെങ്കിലും സ്റ്റിൽ കാനഡ ഗവൺമെന്റ് PR അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളത്, ഇനി തിരിച്ചു വന്നാലും നിങ്ങൾ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നാട്ടിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി കനേഡിയൻ എഡ്യൂക്കേഷൻ്റെ പോയിന്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാം. എന്നാൽ 100% പോകാമെന്നല്ല, നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇനിയും ഉണ്ട്. പക്ഷെ തിരിച്ചു വരുന്നവർ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയി മാറാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരുക. നിങ്ങൾ ഇവിടെ വന്ന ശേഷം ഒരു പുതിയ ജീവിതം ആരംഭിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ വരാൻ തന്നെ കാരണം, ഞാൻ കുറച്ച് ഇതിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കൊക്കെ ഞാൻ പറയാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ കോഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊവിൻസ് ചൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. എല്ലാവരും കാനഡയിലേക്ക് കയറി പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറയുന്നത്, ഇപ്പോൾ
ഈ ഒരു ഇന്ത്യക്ക് ഇനി വരാൻ പോകുന്ന ഇന്ത്യക്ക് കാനഡയിലേക്ക് നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന്, ഞാൻ വിസ കിട്ടുമെങ്കിൽ മാത്രമാണ്, വിസ കിട്ടുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. കാര്യം ഇപ്പൊ അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പൊ മൊത്തം ഫിൽട്ടർ ചെയ്തിട്ടാണ് പോകുന്നില്ല. കാരണം അവിടെ ഉള്ളവരെങ്കിൽ പുറത്താക്കാൻ പോവാണ്. അപ്പം കുറെ അധികം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നിങ്ങൾ 2030 ആകുമ്പോഴേക്കും നിങ്ങൾ സെറ്റിൽ PR പോകുന്നത്. ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാജ്യം കുറച്ചൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റും. 2025 മുതൽ അല്ലെങ്കിൽ 25 അടുത്ത സെപ്റ്റംബർ ഇന്ത്യക്ക് മുതലൊക്കെ കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കാലം തന്നെ എന്ന് എനിക്ക് പറയാം. എല്ലാവർക്കും നല്ല, അതും ചുമ്മാ കയറി പോകുന്നവരുണ്ട്. കുറച്ചുകൂടെ നല്ല രീതിയിൽ മെനക്കെട്ടാൽ നിങ്ങൾ തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഗവൺമെന്റ് ഒരു നയം കൊണ്ടുവന്നു കഴിഞ്ഞു. വീട്ടുകാര് സങ്കടപ്പെടേണ്ട വരില്ല. പക്ഷെ ഈ പറഞ്ഞ ഓൾറെഡി ഇപ്പം തിരിച്ചു വരേണ്ടവ വീട്ടുകാർ എന്തായാലും സങ്കടപ്പെടും. അവരടുത്തൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ എല്ലാവരോടും ആലോചിച്ച് അവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോ നമ്മള് ഫസ്റ്റത്തെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് പേര് നമ്മുടെ എന്താ പറയാ ഓഫീസ് നമ്പറിലൊക്കെ ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഈ ഒരു രീതിയിൽ ആ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് സംസാരിക്കില്ല എന്നുള്ളതാ. കാരണം എല്ലാവരും അവരവരുടെ സ്ഥാപനത്തിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് പൊക്കി പറയാനോ ഒക്കെ ആയിരിക്കും ശ്രമിക്കുക. സാറ് വളരെ കറക്റ്റായിട്ട് പറയുന്നുള്ള എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി അന്ന് ആ ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ. കാരണം ഒരുപാട് പേര് ആ ഒരു തരത്തിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പൊ ഈ ഒരു PR-ന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റേ ബാക്കിന്റെ കാര്യത്തിൽ സംസാരിച്ചിട്ടേ ഇല്ല. PR എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റ് ആണ്. കാനഡ PR എന്ന് പറയുന്നത് ആൾക്കാർ വിചാരിക്കുന്നത് PR വളരെ സിമ്പിൾ പരിപാടിയാണ്, ഇത് ആർക്കും ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ എന്നെ തന്നെ കുറ്റം പറയാം. ഇത് എല്ലാവർക്കും ഓൺലൈനിൽ കിടക്കുകയാണല്ലോ, എല്ലാവരും ഓൺലൈൻ ഉണ്ടോ, ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് എക്സ്പീരിയൻസ് തന്നെയാണ്. കഴിഞ്ഞൊരു 10 വർഷം ഞാൻ വേറെ പണിക്കുന്ന പോയിട്ടില്ല. ഞാൻ ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കനേഡിയൻ ഇമിഗ്രേഷനും ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനും ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി മനസ്സിലാക്കി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരും. എനിക്കൊരു റിസർച്ച് ടീമുണ്ട്, ഒരു 50 പേരടങ്ങുന്ന ഒരു റിസർച്ച് ടീം ആംസ്റ്റർഡാം തന്നെ. റിസർച്ച് അവർ ഡോക്യുമെന്റേഷൻ ആണ്, അവർ റിസർച്ച്ഡ് ആണ്. എന്ത് അപ്ഡേറ്റ് വന്നാലും ആദ്യം കണ്ടെത്തുക, അതിനെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക. ഇല്ല എൻ്റെ മാനേജ്മെന്റ് എന്നെ കാനഡ വിടുക, അല്ലെ എവിടെ വിടാൻ തയ്യാറാണ്, അവർ വിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നല്ല ആളുകളോട് സംവദിക്കുക, ലോയേഴ്സിനെ മീറ്റ് ചെയ്യുക. ഇതിലൂടെ നമ്മൾ അനുഭവം പഠിക്കുന്നത്. ഞാൻ എപ്പോഴും സ്റ്റുഡന്റ് വിസ അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. അതെ, നമുക്ക് വരുന്നതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സ്റ്റഡി വിസ പ്രൊമോട്ട് ചെയ്യാത്ത കാര്യം ഈ +2 കഴിഞ്ഞുള്ള പാവം പിള്ളേരെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് അവരുടെ വലിയൊരു ഡ്രീമാണ്. നമ്മുടെ പുതിയ തലമുറ, ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്ന വലിയ തലമുറ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ അവസരങ്ങളുണ്ട്, ഇവിടെ നിൽക്കണം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി കെയർ കൊടുക്കുന്നത് ഹെൽത്ത് കെയർ. അവർക്ക് ഇവിടെ വലിയ സാധ്യത ഉള്ളവരൊന്നും ശമ്പളം കൊടുക്കുന്നത്, ഞാൻ ഉള്ള കാര്യം പറയാം. ഇനി ഇത് ആരെനിക്ക് വരെ പറഞ്ഞാലും കുഴപ്പമില്ല. നല്ല ശമ്പളം കൊടുത്താൽ നമ്മുടെ നഴ്സുമാരൊക്കെ ഇവിടെ നിൽക്കും. നമ്മുടെ നല്ല ഫാർമസിസ്റ്റ് ഒക്കെ ഇവിടെ നിൽക്കും. ഫാം-ഡി ഒക്കെ 6 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളം കേട്ടാൽ ഞെട്ടും. അവരെയൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ ധൈര്യമായിട്ട് പറയും, നിങ്ങൾ കാനഡയിലേക്ക് വന്നോളൂ, നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, നമുക്ക് പോവാം, മൈഗ്രേറ്റ് ചെയ്യാം. ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഹെൽത്ത് കെയറിന്റെ ഏത് മേഖലയിൽ വന്നാലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തിരിക്കും. കാരണം കഴിഞ്ഞ 10 വർഷം 10,000 ഫാമിലീസിന് കനേഡിയൻ എക്സ്പീരിയൻസ്, ഈ പറയുന്ന കൊടുത്തതിന്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. അത്രയും സക്സസ് സ്റ്റോറി നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ IT ഉദാഹരണം പറഞ്ഞാൽ ഈ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല തലയുള്ള പിള്ളേരും ടീം ലീഡറാണ് അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുക. പണിയെടുക്കുന്നവരാണ്, പിള്ളേരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മക്കളെ എന്ന് പറയും, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ അവിടെ പോയ മണിക്കൂറിന് നിങ്ങൾക്ക് $ഡോളേഴ്സ് വാങ്ങിക്കാം. എല്ലാ IT-കാരെ അല്ല ഞാൻ പറയുന്നത്, പണിയെടുക്കാൻ ആ തലത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ടാലന്റ് ഉള്ള ആൾക്കാർ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫിൽട്രേഷൻ ഉണ്ട് നമുക്ക്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയാറുള്ളൂ, നിങ്ങൾ കാനഡയിലേക്ക് പോകും. പല ആൾക്കാർ എന്നോട് ചോദിക്കും, വിസിറ്റർ വിസ എടുത്ത് കാനഡയിലേക്ക് പോയാൽ അവിടെ ചെന്നാൽ ജോലി കിട്ടും. ഇവിടെ ഉള്ള നേരെ ജോലി പോകുന്നവർക്ക് കിട്ടുന്നില്ല. 25 ലക്ഷം മുടക്കി പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് അവിടെ ജോലി കിട്ടുന്നില്ല. അപ്പോഴാണ് വിസിറ്റർ വിസ എടുത്ത് കാനഡയിൽ പോയി ജീവിക്കാൻ പോകുന്നത്. നമുക്കത് വൈൻഡപ്പിലോട്ട് പോകാം. കാനഡ എന്ന് പറയുന്നത് അത്ര പ്രശ്നമുള്ള കൺട്രി ഒന്നുമല്ല, വളരെ മനോഹരമായ രാജ്യമാണ് ലോകത്ത്. അത് പോയവർക്കറിയാം. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന കാലാവസ്ഥയുണ്ട്, നല്ല തണുപ്പും ചൂടും ഒക്കെയുള്ള കാലാവസ്ഥകളുണ്ട്, നല്ല മനുഷ്യരാണ് അവിടെ, അത്യാവശ്യം പ്രശ്നക്കാരൊന്നുമില്ല. പിന്നെ പക്ഷെ ഇപ്പോ നമ്മളായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ അവരാരും കാരണം ഇത്രയും 50 വർഷത്തെ ഇമിഗ്രേഷൻ ചരിത്രമുണ്ട്. അതായത് 50 വർഷം മുമ്പേ മലയാളി ഇവിടെ ഉണ്ട്, കാനഡയിലുണ്ട്. ഒരു 10 വർഷം മുമ്പ് പോയ മലയാളി ഒന്നും കാനഡയെ പറ്റി കുറ്റം പറയില്ല. കാരണം അവരിപ്പോ ജീവിക്കുന്നത്, ഇപ്പൊ ഏതൊരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഗൾഫിൽ ജീവിക്കുന്ന ഒരു മലയാളി ചോദിച്ചാൽ, ജോലി ചെയ്ത് ബിസിനസ്സുകാരല്ല, ജോലി ചെയ്ത് ജീവിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ വർക്ക് ഓറിയന്റഡ് ലൈഫാണ്. അവരെല്ലാം അവരുടെ മക്കളുടെ കൂടെ ഇരിക്കുന്നതും അവരുടെ ലെഷർ ടൈം ആക്ടിവിറ്റിയും അവരുടെ എല്ലാം വർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കാനഡയിൽ ജീവിക്കുന്ന 10 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു മലയാളി ചോദിച്ചാൽ പറയും ഞങ്ങളുടേത് ലൈഫ് ഓറിയന്റഡ് ആണ്.
കാരണം അവർ അവേഴ്സിൽ ജോലി ചെയ്യുന്നു, ഒരു സിസ്റ്റമാറ്റിക് ലൈഫിൽ പോകുന്നു, അവർ എന്ത് പണിക്കും പോകും, അവർ ഡോക്ടറായിരിക്കാം, പക്ഷെ അവർ ചിലപ്പോൾ യൂറോ ഓടിക്കാൻ പോകും. അവരത് എൻജോയ് ചെയ്യുന്നു, അവരൊരു വീക്കെൻഡ് ഒക്കെ അവരുടേതായ ഒരു കളർഫുൾ ലൈഫിലോട്ട് മാറും. അങ്ങനെ എൻജോയ് ജീവിക്കുന്ന 10,000-കണക്കിന് മലയാളികൾ ഇവിടെ ഉണ്ട്, കാനഡയിലുണ്ട്. അപ്പം നെഗറ്റീവ് മാത്രമല്ല കാനഡയ്ക്കുള്ളത്, പോസിറ്റീവും ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.